വാർത്തകൾ നോക്കാം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരായി. തുടർച്ചയായ ചോദ്യം ചെയ്യൽ എന്തിനാണെന്ന് അറിയില്ലെന്നും അറസ്റ്റിനെ ഭയപ്പെടുന്നില്ലെന്നും M വർഗീസ് പ്രതികരിച്ചു. എബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. എബി, M വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തോട് പല പ്രാവശ്യം നോട്ടീസ് നൽകി ആവശ്യപ്പെട്ട ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഹാജരാകുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു? ഒപ്പം ഇഡിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യലും മറ്റു നടപടികളും എങ്ങനെയാവും? ഫിജി, ഇത് 6ാം തവണയാണ് M വർഗീസിന്റെ ചോദ്യം ചെയ്യലിന് വേണ്ടി ED വിളിച്ചു വരുത്തുന്നത്. ഇതിനിടയിൽ 22-ാം തീയതി അദ്ദേഹത്തിന് സമൻസ് അയച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചു. തുടർന്ന് 23-നും 24-നും ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. തുടർന്ന് അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഇലക്ഷന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇന്നിപ്പോൾ അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. ഇത് 6ാം തവണയാണ് M വർഗീസ് EDക്ക് മുന്നിൽ എത്തുന്നത്. ഇന്ന് പ്രധാനമായും ED ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ സ്വത്ത് വിവരങ്ങൾ, അതായത് തൃശൂർ ജില്ലയിലെ സ്വത്ത് വിവരങ്ങളൊപ്പം തന്നെ വിവിധ ഏരിയ കമ്മിറ്റികൾക്കുള്ള ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഹാജരാക്കണം നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെന്ന് ചോദിച്ചറിയുക. നേരത്തെ തന്നെ ഇതിൽ പ്രധാനമായും ചോദിച്ചറിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട പണം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ 6ാമത്തെ തവണ അദ്ദേഹം ഹാജരാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED കടക്കുമെന്നുള്ളൊരു ഭയമുണ്ടോ, എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരത്തിൽ വിളിച്ചു വരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം അതിന് മറുപടി നൽകിയത് എന്തിനാണ് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, ഈ അറസ്റ്റ് പോലുള്ള നടപടികളെ ഭയപ്പെടുന്നില്ല. ഒപ്പം തന്നെ ഈ തുടർച്ചയായി ഇത്തരത്തിൽ വിളിച്ചു വരുത്തുന്നത് എന്തിനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് EDയോടാണ് ചോദിക്കുന്നത്. തനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. 10:30 ശേഷമാണ് അദ്ദേഹം എത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി എത്തണമെന്നാണ് അദ്ദേഹം നൽകിയിരുന്ന നിർദ്ദേശം. എന്തായാലും 10:30 ശേഷം അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. 6ാമത്തെ തവണയാണ് അദ്ദേഹത്തെ ED വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ വിവിധങ്ങളായിട്ടുള്ള അക്കൗണ്ടുകളുടെ രേഖകൾ സമർപ്പിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ED മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. ഒപ്പം തന്നെ പാർട്ടിയുടെ സ്വത്ത് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നൽകണം. ഈ CPMന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ED ആ നിലയ്ക്കുള്ളൊരു കണ്ടെത്തൽ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫിജി, ശരി. എബി റിപ്പോർട്ട് ചെയ്യുന്ന M വർഗീസ് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്.